PSC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് കേട്ടോ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഡെയിലി ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സാണ് എടുക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുത്ത കുറച്ച് ചോദ്യങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. കൂടാതെ 10 മോഡൽ എക്സാം ഇതിൻ്റെ കൂടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഈ 10 മോഡൽ എക്സാമോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ LP-UP ഇൻ്റർവ്യൂ എന്ന് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ലഭിക്കുന്നതായിരിക്കും. അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെയ്തെടുത്തേക്കുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും LP-UP ഇൻ്റർവ്യൂവിന് അത് ഉപകാരപ്പെടുത്താവുന്നതാണ്. അപ്പോൾ LP-UP ഇൻ്റർവ്യൂ നമുക്ക് തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മറക്കണ്ട, ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. LP-UP ഇൻ്റർവ്യൂവിന് വേണ്ടി നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ചോദ്യം, 2005 ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് അനുസരിച്ച് വിശാലമായ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? അപ്പോൾ 2005 ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് അനുസരിച്ച് വിശാലമായ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? എങ്ങനെ ഈ ചോദ്യം വന്ന് നമുക്ക് ആൻസർ പറയാം. 5 പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. 1, സ്വതന്ത്രമായ ചിന്തയും പ്രവർത്തനവും പ്രോത്സാഹിപ്പിക്കുക. എന്താണ് സ്വതന്ത്രമായ ചിന്തയും പ്രവർത്തനവും പ്രോത്സാഹിപ്പിക്കുക? 2, മറ്റുള്ളവരുടെ നന്മയോടും വികാരങ്ങളോടുമുള്ള ബഹുമാനം. മറ്റുള്ളവരുടെ നന്മയോടും അവരുടെ വികാരങ്ങളോടുമുള്ള ബഹുമാനം ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ പുതിയ സന്ദർഭങ്ങളോട് സന്മാർഗതയും വഴക്കത്തോടുള്ള പ്രതികരിക്കലും. പുതിയ സന്ദർഭങ്ങളോട് സന്മാർഗമായിട്ടും വഴക്കത്തോടുമുള്ള പ്രതികരണം. അടുത്തത്, ജനാധിപത്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനുള്ള കഴിവ്. ജനാധിപത്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനുള്ള കഴിവ്. അടുത്തത്, സാമൂഹ്യ മാറ്റത്തിനും സാമ്പത്തിക പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള കഴിവ്. സാമൂഹ്യ മാറ്റത്തിനും സാമ്പത്തിക പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള കഴിവ്. അപ്പോൾ 2005 ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് അനുസരിച്ചുള്ള വിശാലമായ വിദ്യാഭ്യാസ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? 5 പ്രധാനപ്പെട്ട വിശാലമായ ലക്ഷ്യങ്ങളാണ് ഉള്ളത്. 1, സ്വതന്ത്രമായ ചിന്തയും പ്രവർത്തനവും പ്രോത്സാഹിപ്പിക്കുക. മറ്റുള്ളവരുടെ നന്മയും വികാരങ്ങളോടുള്ള ബഹുമാനം. പുതിയ സന്ദർഭങ്ങളോട് സന്മാർഗതയും വഴക്കത്തോടുമുള്ള പ്രതികരിക്കൽ. ജനാധിപത്യ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനുള്ള കഴിവ്. സാമൂഹ്യ മാറ്റത്തിനും സാമ്പത്തിക പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള കഴിവ്. അടുത്തൊരു ചോദ്യം, എന്താണ് ബ്രിഡ്ജ് കോഴ്സ് എന്തുകൊണ്ട് അർത്ഥമാക്കുന്നത്? ബ്രിഡ്ജ് കോഴ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തെന്നാണ് ചോദിച്ചേക്കുന്നത്. സ്കൂളിന് പുറത്തുള്ള കുട്ടികൾക്ക് പഠനം നടത്താനും അവരുടെ പ്രായത്തിന് അനുയോജ്യമായ പഠനത്തോട് അവരെ കൂട്ടിയോജിപ്പിക്കാനും സഹായിക്കുന്ന വിധത്തിൽ നടത്തിവരുന്ന കോഴ്സുകൾ. അപ്പോൾ സ്കൂളിന് പുറത്തുള്ള കുട്ടികൾക്ക് പഠനം നടത്താനും അവരുടെ പ്രായത്തിന് അനുയോജ്യമായ പഠനത്തോട് അവരെ കൂട്ടിയോജിപ്പിക്കാനും സഹായിക്കുന്ന വിധത്തിൽ നടന്നു വരുന്നൊരു കോഴ്സാണ് ഏത്? ബ്രിഡ്ജ് കോഴ്സ് എന്ന് പറയുന്നത്. എന്താണ് ബ്രിഡ്ജ് കോഴ്സ്? സ്കൂളിന് പുറത്തുള്ള കുട്ടികൾക്ക് പഠനം നടത്താനും അവരുടെ പ്രായത്തിന് അനുയോജ്യമായ പഠനത്തോട് അവരെ കൂട്ടിയോജിപ്പിക്കാനും സഹായിക്കുന്ന വിധത്തിൽ നടന്നു വരുന്ന കോഴ്സുകളെയാണ് ബ്രിഡ്ജ് കോഴ്സുകൾ എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? എല്ലാ സ്കൂളിലും വിദ്യാഭ്യാസ വ്യവസ്ഥയിൽ ആകെ തന്നെയും എല്ലാവരെയും, പ്രത്യേകിച്ച് വൈകല്യമുള്ള കുട്ടികളെയും പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളെയും ആരെയും പുറന്തള്ളാതെ സ്കൂളിനകത്ത് പുറത്തുമുള്ള എല്ലാ ജീവിത മണ്ഡലങ്ങളിലും എല്ലാ കുട്ടികളെയും പങ്കാളിത്തം ഉറപ്പുവരുന്ന രീതിയാണ് ഏത്? ഉൾക്കൊള്ള രീതി. ആ വാക്കിൽ തന്നെയുണ്ടല്ലേ, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം. അതായത് ഒരു സ്കൂളിൽ വൈകല്യമുള്ള കുട്ടികൾ ചിലപ്പോൾ കാണുമായിരിക്കും. അവരെ ഒന്നും മാറ്റി നിർത്താതെ, അവരെ വൈകല്യം ഒന്നും പ്രമാണിച്ച് അവരെ മാറ്റി നിർത്താതെ ഒരു വൈകല്യമില്ലാത്ത കുട്ടികളോടൊപ്പം തന്നെ അവരെയും അവരും ഒരു കുഞ്ഞു മക്കളായി പരിഗണിച്ചുകൊണ്ട് അവരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയാണ് ഏത്? നമ്മുടെ ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഒരു കുട്ടികളെയും പുറന്തള്ളാതെ എല്ലാ കുട്ടികളെയും ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയെ ഉൾക്കൊള്ളൽ വിദ്യാഭ്യാസം എന്ന് വിളിക്കുന്നു. അടുത്തൊരു ചോദ്യം, കേരളത്തിൽ UP തലത്തിൽ ശാസ്ത്ര അഭിരുചിയും ഗണിത അഭിരുചിയും പ്രോത്സാഹിപ്പിക്കാൻ നടത്തിവരുന്ന സംരംഭം ഏത്? കേരളത്തിൽ UP തലത്തിൽ ശാസ്ത്ര അഭിരുചിയും ഗണിത അഭിരുചിയും പ്രോത്സാഹിപ്പിക്കാൻ നടത്തിവരുന്ന സംരംഭം ഏതാണെന്ന്, അല്ലെങ്കിൽ ഗണിതോത്സവമാണ്. കേരളത്തിൽ UP തലത്തിൽ ശാസ്ത്ര അഭിരുചിയും ഗണിത അഭിരുചിയും പ്രോത്സാഹിപ്പിക്കാൻ നടത്തിവരുന്ന സംരംഭം ഏതാണ്? ശാസ്ത്രമേള അല്ലെങ്കിൽ ഗണിതോത്സവമാണെന്ന് ഓർക്കുക.
അടുത്ത ചോദ്യം, കസ്തൂർബ ഗാന്ധി സ്വതന്ത്ര വിദ്യാലയം പദ്ധതി ഊന്നൽ നൽകുന്നത് എന്തിനാണ്? കസ്തൂർബ ഗാന്ധി സ്വതന്ത്ര വിദ്യാലയ പദ്ധതി ഊന്നൽ നൽകുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്തിനാണ് പദ്ധതി ഊന്നൽ നൽകുന്നത്? വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിൽ പെൺകുട്ടികളുടെയും SC/ST ന്യൂനപക്ഷം എന്നീ മേഖലകളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതിയാണിത്. വിദ്യാഭ്യാസപരമായി പിന്നോക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ പെൺകുട്ടികളുടെയും SC/ST ന്യൂനപക്ഷം എന്നീ മേഖലകളിലെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതിയാണേത്? കസ്തൂർബ ഗാന്ധി സ്വതന്ത്ര വിദ്യാലയ പദ്ധതി എന്ന് പറയുന്നത്. അപ്പോൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസപരം പിന്നോക്കം നിൽക്കുന്നവയും SC/ST ന്യൂനപക്ഷ വിഭാഗത്തിലൊക്കെ പഠനത്തിൽ മേഖല പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള പദ്ധതിയാണേത്? കസ്തൂർബ ഗാന്ധി സ്വതന്ത്ര വിദ്യാലയ പദ്ധതി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം പരിചയപ്പെടാം. 2005 ദേശീയ പാഠ്യപദ്ധതി രൂപീകരണത്തിൽ പാലിച്ച മാർഗനിർദ്ദേശങ്ങൾ ഏതൊക്കെ? 2005 ദേശീയ പാഠ്യപദ്ധതി രൂപീകരണത്തിൽ പാലിച്ച മാർഗനിർദ്ദേശങ്ങൾ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 5 മാർഗനിർദ്ദേശങ്ങളാണ് ഉള്ളത്. ഒന്ന്, അറിവിനെ സ്കൂളിൽ പുറത്തുള്ള ജീവിതവുമായി ബന്ധപ്പെടുത്തുക. എന്താണ്? അറിവിനെ സ്കൂളിന് പുറത്തുള്ള ജീവിതവുമായി ബന്ധപ്പെടുത്തുക. മറ്റൊന്ന്, കാണാപ്പാഠം പഠിക്കുന്ന രീതി ഒഴിവാക്കുക. മറ്റൊന്ന്, പാഠപുസ്തകങ്ങൾക്ക് അപ്പുറത്തേക്ക് പാഠ്യപ്രവർത്തനങ്ങളെ വികസിപ്പിക്കുക. 4, പരീക്ഷകൾ കൂടുതൽ അയവുള്ളതാക്കുകയും ക്ലാസ് മുറിയിലെ പഠന അനുഭവങ്ങളുമായി അവയെ ഉദ്ഗ്രഥിക്കുകയും ചെയ്യുക. ഉദ്ഗ്രഥിക്കുകയും ചെയ്യുക. അടുത്തത്, രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയകളിൽ പരസ്പരം താല്പര്യമെടുക്കുകയും വ്യതിയാനങ്ങൾക്ക് അനുസൃതമായി ഒരു സ്വത്വം കൊണ്ടുവരികയും ചെയ്യുക. രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയകളിൽ പരസ്പരം താല്പര്യമെടുക്കുകയും വ്യത്യസ്തങ്ങളാക്കി ഒരു സ്വത്വം വളർത്തിയെടുക്കുകയും ചെയ്യുക. ഇത്രയുമാണ് ഇതിനകത്ത് വരുന്നത്. 2005 ദേശീയ പാഠ്യപദ്ധതി രൂപീകരണത്തിൽ പാലിച്ചു കൊണ്ടുവരുന്ന മാർഗനിർദ്ദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? അറിവിനെ സ്കൂളിന് പുറത്തുള്ള ജീവിതവുമായി ബന്ധപ്പെടുത്തുക, കാണാപ്പാഠം പഠിക്കുന്ന രീതി ഒഴിവാക്കുക, പാഠപുസ്തകങ്ങൾ അപ്പുറത്തേക്ക് പാഠ്യപ്രവർത്തനങ്ങളെ വികസിപ്പിക്കുക, പരീക്ഷകൾ കൂടുതൽ അയവുള്ളതാക്കുക, ക്ലാസ് മുറിയിലെ പഠനാനുഭവങ്ങൾ അവയെ ഉദ്ഗ്രഥിക്കുകയും ചെയ്യുക, രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയകളിൽ പരസ്പര താല്പര്യമെടുക്കുക, വ്യതിയാനങ്ങൾക്കനുസൃതമായി സ്വത്വം വളർത്തിക്കൊണ്ടുവരിക. ഇത്രയുമാണ് ദേശീയ പാഠ്യപദ്ധതി രൂപീകരണത്തിൽ പാലിച്ചു വരുന്ന മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം നോക്കാം. എലമെൻ്ററി വിദ്യാഭ്യാസം സാർവത്രികമാക്കിയതോടെ സെക്കൻഡറി വിദ്യാഭ്യാസത്തേക്കുള്ള പഠനം വളർച്ച പ്രാപിച്ചു. ഇത് സാധ്യമാക്കാൻ കൊണ്ടുവന്ന സംവിധാനമേത്? എലമെൻ്ററി വിദ്യാഭ്യാസം സാർവത്രികമാക്കിയതോടെ സെക്കൻഡറി വിദ്യാഭ്യാസത്തിലേക്കുള്ള പഠനം വളർച്ച പ്രാപിച്ചു. ഇത് സാധ്യമാക്കാൻ കൊണ്ടുവന്ന സംവിധാനം ഏതെന്ന് ചോദിച്ചേക്കുന്നത്. ഏതാണ്? വിദൂര വിദ്യാഭ്യാസമാണ് കേട്ടോ. ഏതാണ്? വിദൂര വിദ്യാഭ്യാസം. അടുത്തത്, കമ്മ്യൂണിറ്റി വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? കമ്മ്യൂണിറ്റി വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. അതായത് സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിശീലന പരിപാടിയാണ് കമ്മ്യൂണിറ്റി വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിശീലന പരിപാടിയാണ് എന്ത്? കമ്മ്യൂണിറ്റി വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വേറൊരു ചോദ്യം നോക്കാം. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത് എപ്പോൾ? ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത് എപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1988 കേട്ടോ. എന്നാണ്? 1988. അടുത്തത്, സർവശിക്ഷ അഭിയാൻ്റെ പ്രധാന ലക്ഷ്യം. ലക്ഷ്യം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. എന്താണ് പ്രധാന ലക്ഷ്യം? സർവരും പഠിക്കുക, സർവരും വളരുക, ജീവിതത്തെ അത്യാവശ്യമായ വിദ്യാഭ്യാസം ഗുണമേന്മയോടെ നൽകുക. എന്താണ്? സർവരും പഠിക്കുക, സർവരും വളരുക, ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസം ഗുണമേന്മയോടെ നൽകുക. ഇതാണ് സർവശിക്ഷ അഭിയാൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് സർവശിക്ഷ അഭിയാൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാലോ? എന്തൊക്കെ പ്രത്യേകതകളാണ് സർവശിക്ഷ അഭിയാനുള്ളത്? സാർവത്രിക ലഭ്യത, സാർവത്രിക പ്രവേശനം, സാർവത്രിക നിലനിർത്തൽ, സാർവത്രിക വിജയം, തുല്യത. ഇത്രയും പ്രത്യേകതകളാണ് എന്തിനുള്ളത്? സർവശിക്ഷ അഭിയാന് ഉള്ളതെന്ന് ഓർക്കുക. അപ്പോൾ സർവശിക്ഷ അഭിയാൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സാർവത്രിക ലഭ്യത, സാർവത്രിക പ്രവേശനം, സാർവത്രിക നിലനിർത്തൽ, സാർവത്രിക വിജയം, തുല്യത. അപ്പോൾ എന്തൊക്കെയാണ്? എലമെൻ്ററി വിദ്യാഭ്യാസം സാർവത്രികമാക്കിയതോടെ സെക്കൻഡറി വിദ്യാഭ്യാസത്തേക്കുള്ള പഠനം വളർച്ച വ്യാപിച്ചു എന്നത് കൊണ്ട് സാധ്യമാക്കാൻ കൊണ്ടുവന്ന സംവിധാനം ചോദിക്കുകയാണെങ്കിൽ അത് ഏതാണ്? വിദൂര വിദ്യാഭ്യാസമാണ്. കമ്മ്യൂണിറ്റി വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്ന എന്താ? സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക പരിശീലന പരിപാടി. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത് എപ്പോൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ എപ്പോഴാണ്? 1988.
സർവശിക്ഷാ അഭിയാൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു. ഇനി എന്താണ് സർവശിക്ഷാ അഭിയാൻ്റെ പ്രധാന ലക്ഷ്യം? സർവരും പഠിക്കുക, സർവരും വളരുക, ജീവിതത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം ഗുണമേന്മയോടെ നൽകുക. ഇനി സർവശിക്ഷാ അഭിയാൻ്റെ പ്രത്യേകത ചോദിക്കുകയാണെങ്കിലോ, സാർവത്രിക ലഭ്യത, സാർവത്രിക പ്രവേശനം, സാർവത്രിക നിലനിർത്തൽ, സാർവത്രിക വിജയം, തുല്യത എന്നിവയ്ക്കാണ് സർവശിക്ഷാ അഭിയാൻ്റെ പ്രത്യേകതകൾ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ചോദിക്കാൻ LPUP ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളെയാണ് നമ്മൾ പരിചയപ്പെട്ടത്. അപ്പോൾ കൃത്യമായിട്ട് ചോദ്യങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞു വെക്കുക. അതുപോലെ തന്നെ ഇതിൽ കൂടുതൽ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എന്തായാലും ഉപകാരപ്പെടുന്നതായിരിക്കും. ഈ കഴിഞ്ഞ LPUP കുറച്ച് ദിവസം മുമ്പ് നടന്ന LPUPയിലൊക്കെ നമ്മുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ നൽകുന്നതായിരിക്കും. അതുപോലെ 10 മോഡൽ എക്സാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോഡൽ എക്സാം പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ LPUP ഇൻ്റർവ്യൂ ഒന്ന് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. LPUP ഇൻ്റർവ്യൂ ഉള്ള നിങ്ങളുടെ മറ്റുള്ള കൂട്ടുകാരിലേക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.